Come, let's walk together with HRidhyah's Wonderland. നമസ്കാരം, ഹൃദയാസ് വണ്ടർലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആപ്പിൾ പൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കപ്പ് മൈദമാവ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു കപ്പ് മൈദമാവിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാര പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ. നല്ല തണുത്ത ബട്ടർ 1/2 കപ്പ് വേണം. അതുപോലെ നല്ല തണുത്ത വെള്ളം വേണം. ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തു. തണുത്ത വെള്ളവും തണുത്ത ബട്ടറുമാണ് ഇതിന് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല തണുത്ത ബട്ടറും കൂടി ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അതായത് മിക്സി ഒന്ന് അടിക്കുക നിർത്തുക. അങ്ങനെ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് എടുക്കണം. 1 മിനിറ്റ് നേരത്തേക്ക് ചെയ്താൽ മതി. ഇനി ഇതിന് ശേഷം ഇതിലേക്ക് 3 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 മിനിറ്റ് വീണ്ടും ഒന്നുകൂടി പൾസ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിന് 1 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വച്ചേക്കാം. 1 മണിക്കൂറിന് ശേഷം ഇതിനെ എടുത്ത് ഒന്നുകൂടി നന്നായി ഒന്ന് കുഴച്ചതിന് ശേഷം ചെറിയ ഉരുളകളാക്കി പരത്തിയെടുക്കുക. വെണ്ണ തടവിയ മോൾഡിലേക്കാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. ഇനി അരികെല്ലാം കൈവച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡിൽ വരുന്നതെല്ലാം നമുക്ക് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് ആപ്പിളിൻ്റെ മിക്സാണ്. 1/4 കപ്പ് പഞ്ചസാര ഒരല്പം വെള്ളം ചേർത്ത് കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിൾ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക. ആപ്പിളിലെ വെള്ളമെല്ലാം ഇറങ്ങി നല്ല ജ്യൂസി ആവും. അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് വറ്റിച്ച് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കറുവാപ്പട്ട പൊടി ചേർത്ത് കൊടുക്കാം. മോൾഡിലേക്ക് ആപ്പിളിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് മുകളിൽ കുറച്ച് ഡെക്കറേഷൻ കൂടി ചെയ്യാം. ഇരുമ്പ് ദോശക്കല്ല് ചൂടാക്കാനായിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയായിരുന്നു.
ഇനി ഇതിന് മുകളിലേക്കായിട്ടാണ് നമുക്ക് നമ്മുടെ മോൾഡ് വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം മറ്റൊരു ഇരുമ്പ് പാത്രം ഉപയോഗിച്ച് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം അടച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട് നമുക്ക് 45 മിനിറ്റ് വേണം. ആദ്യത്തെ 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലുമാണ് വെക്കേണ്ടത്. ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇതിന് മുകളിലേക്ക് മുട്ടയുടെ മഞ്ഞയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പാല് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം സെൻറ്ററിൽ ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ വശങ്ങളിൽ ഇരിക്കുന്നിടത്ത് അധികം ഹീറ്റ് കിട്ടില്ല. അത് കാരണം അത് നന്നായി വേവാൻ സാധ്യത കുറവായതുകൊണ്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആപ്പിൾ പൈ കംപ്ലീറ്റ്ലി റെഡിയായി വന്നു. ഇത് ശരിക്കും നല്ല ബിസ്ക്കറ്റിൻ്റെ പോലത്തെ ഒരു ക്രസ്റ്റാണ് ഫോം ചെയ്തിരിക്കുന്നത്. ബിസ്ക്കറ്റിൻ്റെയൊക്കെ പോലത്തെ ക്രസ്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.